ഒഴുക്കിൽ കാണാതായ രാജേഷിനായി മീന്തുള്ളിപ്പുഴയിൽ തിരച്ചിൽ ഊർജിതമാക്കി. തിരച്ചിൽ നടത്തുന്നത് സ്കൂബ സംഘവും പോലീസും വനംവകുപ്പും NDRF ടീമും സംയുക്തമായി. This news is brought to you by ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. കോഴിച്ചാൽ മീന്തുള്ളിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രാജേഷിനായി സ്കൂബ ടീമിന്റെ നേതൃത്വത്തിൽ പുഴയിലും വനപ്രദേശത്തും തിരച്ചിൽ തുടങ്ങി. കണ്ണൂരിൽ നിന്നെത്തിയ സംഘത്തിന്റെയും പെരിങ്ങോം ഫയർഫോഴ്സിന്റെയും പോലീസ്, NDRF എന്നിവരുടെയും റെസ്ക്യൂ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് 2 ടീമായി പുഴയിൽ തിരച്ചിൽ നടത്തുന്നത്. മീന്തുള്ളിയിൽ തകർന്ന പാലത്തിന്റെ സമീപത്തായിട്ടാണ് തിരച്ചിൽ നടത്തുന്നത്. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ തോമസ്, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന വില്യം, പഞ്ചായത്ത് അംഗങ്ങൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവരെല്ലാം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. രാവിലെ മഴയില്ലാത്ത കാലാവസ്ഥയാണെങ്കിലും ഏത് സമയത്തും മഴ വരാവുന്ന സ്ഥിതിയാണുള്ളത്. ഒഴുക്കിൽ കാണാതായ രാജേഷിന്റെ ബന്ധുക്കളും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പുഴയിൽ കാണാതായ രാജേഷിനായി കഴിഞ്ഞ ദിവസം കൊല്ലാടത്തുരത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘവും വളണ്ടിയർമാരും വൈകും വരെ തിരച്ചിൽ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം MLA V കുഞ്ഞികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് എന്നിവർ രാജേഷിന്റെ ബന്ധുക്കളെ കണ്ട് തിരച്ചിൽ ഊർജിതമാക്കുമെന്ന് അറിയിച്ചിരുന്നു. ഇവിടെ ഇവർ തപ്പുന്നുണ്ട്. ആണോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.